ദാണ്ടെ 10 മിനിറ്റ് വീഡിയോ കൊണ്ട് 10 പേർക്ക് ബിരിയാണി കണ്ടേക്കാം. എളുപ്പമാണ്. ഇനി നമുക്ക് ഒരുപാട് ഓർഡറൊന്നും കൊടുക്കണ്ട 10-12 പേർക്കും ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. 3 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേണം. ഓരോന്നും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അത്യാവശ്യമായിട്ട് സർവ്വസുഗന്ധിയുടെ ഇല ഉണ്ടെങ്കിൽ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ ഈ കാണുന്ന മസാല കൂട്ടുകളെല്ലാം നമുക്ക് വേണം. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കുന്നു. ഈ ചൂടാക്കിയ മസാല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് പുരട്ടി വെക്കുന്നു. നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേണം. അതിന് കൂടെ നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഈ കാണുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ശകലം വരഞ്ഞിട്ട് റെഡിയാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മസാലയൊക്കെ നല്ലപോലെ പിടിക്കും. ഓക്കെ, കണ്ടോ, വരഞ്ഞിരിക്കുന്ന ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണലായിട്ട് അവസാനം ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കേണ്ടത് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് തേച്ചൊന്ന് മിക്സാക്കി ഒരു അരമണിക്കൂറോളം നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കണം. നമ്മൾ ഈ വരഞ്ഞ് വെച്ചേക്കുന്നത് കൊണ്ട് മസിൽ പിടിച്ചിരിക്കുന്ന കോഴിയിൽ മസാലയൊക്കെ നന്നായിട്ട് കയറിക്കോളും. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് പ്രത്യേകിച്ച് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൈതച്ചക്ക, ക്യാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തുടങ്ങാം. കൂട്ടത്തിൽ അരി കഴുകി വൃത്തിയാക്കി ഒരു 15-20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് കിടക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം 10 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉരുളി ചൂടായി കിട്ടണം. ചൂടായതിന് ശേഷം നെയ്യ് നല്ലപോലെ 2 കപ്പ് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ ഒഴിച്ച് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതേ നെയ്യിൽ തന്നെ നമുക്ക് കശുവണ്ടി, അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ബ്രൗണിഷ് കളർ ആകുന്നവരെ നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ നെയ്യിൽ തന്നെ നമുക്ക് സബോളയും കൂടെ ഗാർണിഷ് ചെയ്യാനുള്ള, ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സബോളയും കൂടെ ഒന്ന് മൂപ്പിക്കണം. ഒരു ബ്രൗണിഷ് കളർ ആകുന്നിടം വരെ ഇച്ചിരി ടൈമുണ്ടത്. ഒരു ബ്രൗണിഷ് ആകാനുള്ള ഒരു സമയമുണ്ടല്ലോ, അത്രയും നേരം ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഒരു 4-5 പേര് ചേർന്നാണ് നമ്മൾ ഇതൊക്കെ ഒരുക്കുന്നതെങ്കിൽ വളരെ രസകരമായിരിക്കുമെന്ന്. അതൊക്കെ ഒരു മെമ്മറി ആയിരിക്കും, ഓർമ്മയായിരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫങ്ഷൻ, അതേപോലെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെ ചെറിയ ഒരു ഫാമിലി ഫങ്ഷൻ, ഗെറ്റ് ടുഗദറിനൊക്കെ നമുക്ക് ഈ ഒരു ബിരിയാണി സെറ്റപ്പ് പക്ക അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബോള നമ്മൾ നല്ലപോലെ ബ്രൗണിഷ് ആവുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ടൈം എടുക്കും. ഇതിനകത്ത് നമുക്ക് നെയ്യിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ഇതിനകത്ത് ഈ നെയ്ക്കകത്ത് തന്നെ നമുക്ക് വെളിച്ചെണ്ണയും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അരി ഇടുന്നതിന് മുമ്പ് തന്നെ, വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നെയ്യിൽ ഇത്രയും കാര്യങ്ങൾ ഒരു സെറ്റപ്പൊക്കെ കിട്ടുമല്ലോ ബിരിയാണി കൂട്ട്, ആ ഒരു മസാലക്കൂട്ട് ഇതിനകത്ത് നെയ്യിൽ ശകലം ചൂടാക്കി എടുക്കുക. അത് ചൂടായിക്കോട്ടെ. ആ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സബോളയുടെ കാര്യം സെറ്റപ്പാക്കി എടുക്കാം. നമ്മൾ ഈ ഉള്ളിവട കഴിച്ചിട്ടില്ലേ, ഉള്ളിവടയ്ക്കകത്ത് ഉള്ളിക്കൊരു ഫ്രൈയുടെ ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണം. അതനുസരിച്ച് നല്ലപോലെ സബോള ഫ്രൈ ആകട്ടെ. നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ദം ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം സബോള നല്ലപോലെ ബ്രൗണിഷായി വരുന്നു. നല്ലപോലെ ബ്രൗണിഷായ ഈ സബോള നമ്മൾ വീണ്ടും വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുന്നു. അതായത് നമ്മൾ അണ്ടിപ്പരിപ്പ്, കശുവണ്ടി, അങ്ങനെയുള്ള മുന്തിരി അങ്ങനെയുള്ള സാധനമൊക്കെ ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതിൻ്റെ കൂടെ മാറ്റി വെക്കുന്നു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പല ലെയറായിട്ട് ഇതെല്ലാം സെറ്റാക്കണം. അതേ എണ്ണ, നെയ്യ്, അതേ ഓയിലിൽ തന്നെ നമുക്ക് ഒന്നും വേസ്റ്റ് ആക്കണ്ട. അതേ ഓയിലിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ അതേ നെയ്യിൽ തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയുള്ള സെറ്റപ്പ്, അതായത് പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ച് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് നമ്മൾ റെഡിയാക്കുന്നു. ഇതിനകത്ത് അഡീഷണലായിട്ട് നമ്മൾ മിൻറ്റിൻ്റെ ഇല, മല്ലിച്ചപ്പ്, നാരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. കറിവേപ്പില മസ്റ്റാണേ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് പോട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ ഒന്നുകൂടെ ഒന്ന് കാണിച്ച് തന്നേക്കാം. ഒരുപാടൊന്നും ഇല്ല, തക്കോലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, ചെറിയ പാക്കറ്റ്. കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി കിട്ടണം. അതിൻ്റെ ഒരു ഫ്ലേവർ സ്മെല്ല് നമുക്ക് മൂക്കി അടിക്കട്ടെ. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന 2-2.5 കിലോ വരുന്ന അരി ഇടുക. അതിന് ശേഷമാണ്, ഇപ്പം 5 ഗ്ലാസ് അരിയാണെങ്കിൽ 10 ഗ്ലാസ് വെള്ളം വേണം. ഓക്കെ, അതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ്, പിന്നെ നാരങ്ങ നീര്. ആ നീര് നമുക്ക് നാരങ്ങയും കൂടെ അതിനകത്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കട്ടയായിട്ട് ഇരിക്കത്തില്ല ബിരിയാണി. ഓക്കെ, അപ്പോൾ അത് 10 മിനിറ്റുള്ളിൽ അത് തിളയായി.
ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കാം. ഒരുപാട് ചാറൊന്നും വേണ്ട. നമുക്ക് മസാലക്കൂട്ടാണ്, ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള മസാലക്കൂട്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്ത് പയ്യെ നമ്മൾ ഇറക്കുന്നു. നമുക്കൊരു 4-5 വിസിൽ കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടുമല്ലോ. ഈ മസാലക്കൂട്ടിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഇറക്കി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ സെറ്റപ്പ് ഇത്രേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഇപ്പോൾ ചിക്കൻ കറിയാണ്, ബിരിയാണിയുമായി. ഇനി നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കണം, ദം ഒട്ടിക്കണം. ഇത്രേ ഉള്ളൂ കാര്യം. ഒരുപാട് വാട്ടറി ആകാതെ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം ചിക്കൻ കറിക്ക്. അത് ചെറിയതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്ത ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, കശുവണ്ടി, മുന്തിരി, അങ്ങനെയുള്ള കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചോ. കൈതച്ചക്ക, ക്യാരറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ ചോറ് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഈ ചോറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ചോറ് കട്ടയാകാതിരിക്കാൻ നമ്മൾ ആദ്യം കുറച്ച് നാരങ്ങയും കുറച്ച് ഉപ്പൊക്കെ നമ്മൾ ഇട്ടാണ് തിളപ്പിച്ചത്. അപ്പോൾ നമുക്ക് ചോറ് കട്ടയായി ഇരിക്കത്തില്ല, നല്ല ചിതറിക്കിടക്കും. ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നും വിടാതെ എല്ലാം നല്ല അടിപൊളി ഭംഗിയായി നല്ല തിക്കായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണി നമ്മൾ സെറ്റപ്പാക്കി എടുക്കുന്നത് കണ്ട. നമ്മൾ ഓരോ ലെയറിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സ്പൂൺ ബിരിയാണി എസൻസും കൂടെ ആഡ് ചെയ്ത് അങ്ങ് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ ചിക്കൻ സെറ്റാക്കി എടുക്കുന്നു. ചിക്കൻ ഇടുന്നു, സെയിം പ്രോസസ്സ് തന്നെ. ബിരിയാണി ഇടുന്നു, ഗാർണിഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്നു. അതെല്ലാം ഒരുക്കി സെറ്റപ്പാക്കി കുട്ടപ്പനാക്കി കവർ ചെയ്ത് ചിക്കനൊക്കെ കവറായി ഇങ്ങനെ ഇരിക്കണം. ബിരിയാണിയൊക്കെ ആഴ്ച ഒരിക്കലൊക്കെ തിന്നാൽ മതി, പക്ഷേ അത് നല്ല ഗ്രാൻഡായിരിക്കണം. ഇത് കഴിച്ചാൽ മാത്രം പോരാ, നല്ലപോലെ പണിയെടുക്കണം, വർക്കൗട്ട് ചെയ്യണം. നമ്മൾ ഈ കഴിച്ചതെല്ലാം വിയർപ്പായിട്ട് പോകണ്ടേ, കൊളസ്ട്രോളൊക്കെ ഉരുകി പോകണ്ടേ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വർക്കൗട്ടും ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് സെറ്റപ്പാക്കി വെച്ചേക്കുന്ന മൈദ, ഈ ഉരുളിക്ക് പറ്റിയ ഒരു മൂടിയും കൂടെ നമ്മൾ കണ്ടെത്തണം കേട്ടോ. അതിന് ശേഷം ഈ ഗാർണിഷ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ ഈ ഗാർണിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നല്ല ലോ ഫ്ലെയിമിൽ നമുക്ക് ഉരുളി ഓണായിരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഏറ്റവും അടിയിലത്തെ ആ ഒരു ലെയർ ആ ആവി കിടന്നത് ആയിക്കോളും. അപ്പം നമുക്ക് ഈ ഉരുളിക്ക് പറ്റിയ നല്ലൊരു മൂടി കണ്ടെത്തിയിട്ട് നമ്മൾ ദം ഒട്ടിക്കാനായിട്ട് മൈദ മാവിലാണ് നമ്മൾ ഈ ദം ഒട്ടിക്കുന്നത്. നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഈ മൈദ നല്ല ഡ്രൈ ആവുന്നിടം വരെ കല്ല് ചൂടായിക്കോട്ടെ ലോ ഫ്ലെയിമിൽ. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഈ ലോ ഫ്ലെയിമിലുള്ള ബിരിയാണി, അതായത് ഈ ഉരുളിയിലിരിക്കുന്ന ബിരിയാണി ഇത് നമുക്ക് ഈ സെറ്റപ്പിൽ കിട്ടും തുറന്ന് കഴിയുമ്പോൾ. അപ്പം നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ഈ ഉരുളിയുടെ ആ സൈഡിൽ നമ്മൾ ദം ഒട്ടിച്ചേക്കുന്ന ഈ മൈദ ഇച്ചിരി നല്ല ഡ്രൈ ആയി കിട്ടും. അതിൻ്റെ കളർ ചേഞ്ച് ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ബിരിയാണി സെറ്റ് നല്ല അടിപൊളി സ്മെല്ലും കൂടെ ആവും. അയ്യ, ബിരിയാണി റെഡി. അപ്പോൾ 10-12 പേർക്കുള്ള ചിക്കൻ ബിരിയാണി സക്സസ്. ഇനി ഈ ലെയറെല്ലാം കൂടെ ഒന്നിച്ചാക്കി നമുക്ക് ഒരു 3-4 വട്ടം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് ഇളക്കം ഉണ്ടാകട്ടോ. ഒരു 3-4 വട്ടം അടി കിടക്കുന്ന മുകളിൽ വരിക, മുകളിൽ കിടക്കുന്ന ചെറുതായിട്ട് അടിയിൽ പോവുക, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ കലാപരമായിട്ടുള്ള ഡെക്കറേഷൻസൊക്കെയാണ്. അത് നിങ്ങളൊക്കെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് വിളമ്പി വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ പീസ് എടുക്കുന്നു. ആ പീസ് 2-3 പീസ് ഒരു പ്ലേറ്റ് ഇട്ടിട്ട് നമ്മൾ റൈസ് ഫില്ല് ചെയ്യുന്നു. നല്ല ഷേപ്പിലാക്കി റൗണ്ടാക്കി നമ്മൾ ടേബിളിൽ വെക്കുന്നു. സെറ്റ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബിരിയാണി 10-12 പേർക്കും ബിരിയാണി വെക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, കസിൻസിന് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗ്രൂപ്പൊക്കെ കാണുമല്ലോ, അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. അവരുണ്ടാക്കട്ടെ ബിരിയാണി. അവരോട് പറ, പാർട്ടി തരാൻ പറ. ഈ ബിരിയാണി ഈ വീഡിയോ കണ്ടിട്ട് പാർട്ടി വെച്ച് തരാൻ പറ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് അടിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.
നല്ലപോലെ ബിരിയാണി കഴിച്ച കിടന്നങ്ങ് ഉറങ്ങിക്കോ, സുഖം ഉറക്കം. 10-12 പേരവിടെ കഴിക്കുന്ന വീഡിയോ എവിടെ, ഇതൊന്നും ചോദിക്കില്ല കേട്ടോ. അപ്പോൾ കഴിക്കുന്നതിനെ കൂട്ടത്തിൽ കുറച്ച് കലാപരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.